ഭാരതം വേദഭൂമിയാണ്. വേദവേദാന്തങ്ങളും ഷഡ്ദർശങ്ങളും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും രാമായണവും പഞ്ചമവേദമായ മഹാഭാരതവും ഭഗവത്ഗീതയും ലോകത്തിന് നൽകിയ നാടാണിത്. ഋഷിയുടെ ഘോര തപസ്സിൻ്റെയും സമദർശനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും അന്തശക്തിയും പൗത്രതയും ഈ ഗ്രന്ഥങ്ങളിൽ സ്പന്ദിക്കുന്നത്. മന്ദദൃഷ്ടാക്കളായ ഋഷിവര്യന്മാർ ലോകത്തിന് നൽകിയ അറിവിൻ്റെ മഹാസമുദ്രമാണ് ഈ മഹത് ഗ്രന്ഥങ്ങൾ. ഋഷിയുടെ ഘോര തപസ്സിൻ്റെയും സമദർശനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും അന്തശക്തിയും പൗത്രതയും ഈ ഗ്രന്ഥങ്ങളിൽ സ്പന്ദിക്കുന്നത്. ലോകോപകാരം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ആ മഹാപുരുഷന്മാരും അവർ കാട്ടിത്തന്ന സനാതനമായ ആധ്യാത്മികതയുമാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. കാലദേശങ്ങളെ അതിക്രമിച്ച കൃതിയാണ് രാമായണം. രാമായണം ഇതിഹാസമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാപുരുഷന്മാരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ധാർമ്മികതയും മൂല്യങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന കൃതിയാണ് ഇതിഹാസം. രാജ്യങ്ങളുടെയും വൻകരകളുടെയും അതിർത്തികൾ കടന്ന് ലോകത്തിൽ പ്രചരിച്ചതാണ് രാമന്റെ മഹത്തായ ചരിത്രം. കുട്ടികളിലും സമൂഹത്തിലും ധാർമ്മിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും പറ്റിയതാണ് രാമായണം. പണ്ട് മുത്തശ്ശിമാർ കുടുംബത്തിലുണ്ടായ കാലത്ത് അവർ രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളെ കഥകളും ഗുണപാഠങ്ങളും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കുട്ടിയുടെ ഭാവജീവിതത്തിലും സ്വഭാവ രൂപീകരണത്തിലും വലിയ സ്വാധീനം ചെലുത്തി. അത്തരം കുടുംബാന്തരീക്ഷവും സംസ്കാരവും നമുക്ക് നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം മൊബൈലിൻ്റെയും ഇന്റർനെറ്റിൻ്റെയും കാലമാണ്. മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഒക്കെ നമ്മൾ മറന്നിരിക്കുന്നു. അതിൻ്റെ ദോഷം സമൂഹത്തിൽ കാണാനുമുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഒരു മോൻ മോഷണക്കുറ്റത്തിന് വേണ്ടി പലതവണ കോടതി എത്തി. കുട്ടിയെ വീണ്ടും വീണ്ടും പ്രതികുട്ടി കാണേണ്ടി വന്ന ജഡ്ജി ഈ അച്ഛനോട് പറയാണ്, കുട്ടിയുടെ അച്ഛനോട് പറയാണ്, നിങ്ങളുടെ മകൻ 4ാമത്തെ തവണയാണ് ഇവിടെ മോഷണക്കുറ്റത്തിന് ഹാജരായിട്ടുള്ളത്. വീണ്ടും വീണ്ടും ഇവൻ മോഷ്ടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അവന് വേണ്ട ഉപദേശം കൊടുത്തുകൂടെ? അപ്പോൾ കുട്ടിയുടെ അച്ഛൻ ജഡ്ജിയോട് പറയാണ്, ഞാൻ അവന് കൃത്യമായിട്ടുള്ള ഉപദേശം തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷേ അവന് സാമർഥ്യമില്ല. അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും പിടിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ളൊരു മാതൃകയാണ് തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അച്ഛനമ്മമാർ മോഷ്ടിക്കുന്നില്ലായിരിക്കാം, അവർക്ക് നല്ല മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് സമയമില്ല. അവർക്ക് ജോലിക്ക് പോകണം, കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ 8 സോഫ്റ്റ്വെയറൊക്കെ ജോലി ചെയ്യുന്നവർ അമിത സമയം ഇരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ രാത്രി ജോലി ചെയ്യേണ്ടി വരുന്നു, പകലപ്പോൾ ഉറങ്ങേണ്ടി വരുന്നു. ഇതൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയും ഒരു മാതൃകയാകാൻ കാണിച്ചു കൊടുക്കണം. പണ്ട് ഒത്തിരി കുട്ടികൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് സഹോദരങ്ങളെ നോക്കുമായിരുന്നു. ഇപ്പം അത്ര കുട്ടികൾ വീട്ടിലില്ല, 1-2 കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടി കരയുമ്പോൾ ഫോണിൻ്റെ എടുത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അതിൽ നോക്കിയിരിക്കുകയാണ്, അതിലേക്ക് മാത്രമായി ശ്രദ്ധ. അപ്പോൾ ആ ഫോൺ തിരിച്ചൊന്ന് മേടിച്ചു കഴിഞ്ഞാൽ കുട്ടി കൊച്ചു പിള്ളേർ തൊട്ട് വയലിനായിട്ട് കരയുക, കൈക്കിട്ട് നോക്കി എറിയുക. കുഞ്ഞുങ്ങൾ, സംസാരിക്കാൻ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും അത്ര കൂടെ ആയില്ല, അതിനു മുമ്പ് തന്നെ വയലൻ്റായിട്ട് ഉദിക്കുന്നു, അത് പിടിച്ചു കിട്ടാൻ വേണ്ടി. കിട്ടിയവരൊക്കെ ഇട്ടിടിക്കുക, കൈക്കിട്ടൊക്കെ എടുത്തെറിയുക. കൊച്ചു പിള്ളേർ കരയാതിരിക്കാൻ വേണ്ടി, എടുത്തിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണത്. പക്ഷെ കുട്ടികൾക്ക് അതിനോട് ആ ലഹരി പോലൊരു വാസനയായിപ്പോയി. ശീലം സ്വഭാവന തന്നെയാണ്. ഇതമ്മ കണ്ടിട്ടുണ്ട്, തിരിച്ചമ്മ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോൺ തന്നെ കൊടുക്കല്ലേ, പെൻസിലെടുത്ത് വരയ്ക്കുന്ന എടുത്ത് കൊടുക്കുക. വേറെ കുറച്ച് കളിപ്പാട്ടം ഉണ്ടല്ലോ, അതും എടുത്ത് കൊടുക്കുക മക്കളെ. നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ കൊടുത്താൽ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. പുറത്ത് ചൂട് കൂടുമ്പോൾ മുറിക്കകത്ത് കയറുക, മുറി ചൂട് കൂടുമ്പോൾ പുറത്ത് ഇരിക്കുക. അപ്പോൾ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും.